നിങ്ങൾക്ക് നായ്ക്കൾ ഇഷ്ടമാണോ? വളരെ രസകരമായ ബഗ് എന്ന ഈ ഒരു നായുടെ സ്റ്റോറി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും അടങ്ങിയ അവന്റെ ജേണി കാണാൻ നിങ്ങൾ തയ്യാറല്ലേ? സോ ഗായ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദി സ്റ്റോറി. കാലിഫോർണിയയിലെ സാന്റാ ക്ലാരയിൽ ജഡ്ജായിരുന്ന മില്ലറുടെ വളർത്തുനായായിരുന്നു ബഗ്. വളരെ സന്തോഷത്തോടെ തന്റെ യജമാനോടൊപ്പം കുസൃതിയും വികൃതികളും കാട്ടി അവൻ അവിടെ ജീവിച്ചു വരികയായിരുന്നു. അങ്ങനെ നാളുകൾ പോയിക്കൊണ്ടിരിക്കെ വികൃതി കാണിച്ചതിന് തന്റെ യജമാനൻ അവനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെ പുറത്താക്കപ്പെട്ട വിഷമത്തിലെ ബഗ് പുറത്തു നിന്നപ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്ന രണ്ട് കള്ളന്മാർ വന്ന് ബഗിനെ ഒരു വണ്ടിയിലാക്കി അവിടെ നിന്നും കടന്നു കളയുകയാണ്. ആ പെട്ടിക്കുള്ളിൽ അകപ്പെട്ട ബഗിന് താൻ എവിടേക്കാണ് പോകുന്നതെന്നോ താൻ എവിടെ എത്തിച്ചേരുന്നോ എന്നൊന്നും ഒരറിവും ഉണ്ടായിരുന്നില്ല. അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയ ആ രണ്ട് കള്ളന്മാര് ഒരുപാട് അവനെ മർദ്ദിച്ചിരുന്നു. അങ്ങനെ കൂടുതൽ പീഡനങ്ങൾ ഏൽക്കുമെന്ന് മനസ്സിലാക്കി അവരുടെ നിർദ്ദേശങ്ങൾ കൂടുതലായി അനുസരിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ തോറ്റു പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അവസരം കിട്ടിയ ഒരു നിമിഷം മുതലെടുത്ത് തന്റെ കയറ് പൊട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു അവന്റെ ലക്ഷ്യം. എന്നാൽ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് താൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കപ്പലിലാണെന്ന്. അതിനു ചുറ്റും ഒഴുകുന്ന നദി. എവിടേക്കും രക്ഷപ്പെടാനാകില്ല, അവൻ അതിൽ കുടുങ്ങിപ്പോയെന്ന് മനസ്സിലായി. അവസാനം ആ കപ്പൽ വന്നെത്തിയത് അലാസ്കയിലെ സ്വാഗയിലായിരുന്നു. യൂക്കോണിലേക്ക് പോകുന്ന പ്രവേശന കവാടം. സ്വർണം തേടി പോയവരെല്ലാവരും വന്നെത്തിച്ചേരുന്നത് ഇവിടെയായിരുന്നു. അത്തരത്തിൽ പോകുന്നവർക്കായി വിൽക്കപ്പെടുവാൻ കൊണ്ടുവന്ന നായ്ക്കളുടെ കൂട്ടത്തിലാണ് ബഗ് ഉണ്ടായിരുന്നത്. ബഗ് കരയിലേക്ക് ഇറങ്ങി. അവൻ ആദ്യമായി മഞ്ഞൾ തൊടുകയായിരുന്നു. പേടിച്ച് അവൻ ആദ്യം തൊട്ടു, പിന്നീട് കളിച്ചു. അവനെ കെട്ടിയിരുന്ന കയറിൽ നിന്നും വിദഗ്ധമായി അവൻ ഊരി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളാണ് ജോൺ. ഇയാളാണ് കഥയിലെ മറ്റൊരു കഥാപാത്രം. ഡോൾസണിലേക്കുള്ള അവസാന ബോട്ട് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുമായിരുന്നു. അങ്ങനെ ജോൺ മറ്റൊരാളുമായിട്ട് കൂട്ടിയിടിക്കുകയും അയാളുടെ മൗത്ത് ഓർഗൻ താഴെ വീണു പോവുകയും ചെയ്തു. അവിടെ ഓടിയെത്തിയ ബഗ് അത് കാണുകയും ആ മൗത്ത് ഓർഗൻ എടുത്ത് അയാൾക്ക് തിരികെ കൊടുക്കുകയും ചെയ്തു. ജോണിന്റെ ബഗിന്റെ ആദ്യത്തെ കണ്ടുമുട്ടലായിരുന്നു അത്. തണുപ്പ് കാലം തുടങ്ങാൻ പോകുന്നതിനാൽ അവസാനമായി പോകുന്ന ബോട്ടായിരുന്നു അത്. തണുപ്പ് കാലം തുടങ്ങിക്കഴിഞ്ഞ് ഇനി അങ്ങോട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ പട്ടികളെ കൊണ്ട് വലിക്കുന്ന വണ്ടികളിലായിരിക്കും യാത്ര ഉണ്ടായിരിക്കുക. അങ്ങനെ അവിടെ അലഞ്ഞിരിഞ്ഞാണെന്ന ബഗ് പിന്നെ വിൽപ്പനക്കാരുടെ കയ്യിൽ അകപ്പെടുകയാണ്. അങ്ങനെ കൂട്ടിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവിടുത്തെ പോസ്റ്റ്മാൻ ആയിട്ടുള്ള പെറാൾട്ട് വന്നെത്തുകയാണ്. യൂക്കോൺ മുഴുവനും മഞ്ഞുകാലത്ത് പട്ടികളെ ഉപയോഗിച്ച് വലിക്കുന്ന വണ്ടിയിൽ സഞ്ചരിച്ച് കത്തുകൾ വിതരണം ചെയ്യുക എന്നതായിരുന്നു അവന്റെ അസിസ്റ്റന്റ് ഫ്രാങ്കോസിന്റെയും ജോലി. പെറാൾട്ടിന് ബഗിനെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ പെറാൾട്ട് അവരുടെ കയ്യിൽ നിന്നും ബഗിനെ വിലക്ക് വാങ്ങുകയാണ്. അങ്ങനെ ബഗിന് തന്റെ പുതിയ യജമാനനെ കിട്ടി. പെറാൾട്ട് വളരെ നല്ല മനുഷ്യനാണ്. അങ്ങനെ പെറാൾട്ട് അവനെ കൂട്ടി മലമുകളിലെ ക്യാമ്പ് സൈറ്റിലെത്തി. അവിടെ അസിസ്റ്റന്റ് ഫ്രാങ്കോസും മഞ്ഞുവണ്ടി വലിക്കുന്ന മറ്റു നായ്ക്കളും ഉണ്ടായിരുന്നു. ഇതാണ് സ്പിറ്റ്സ്. അവനാണ് അവിടുത്തെ നായ്ക്കളുടെ നേതാവ്. അങ്ങനെ പെറാൾട്ട് സ്പിറ്റ്സിനെ ബാക്കിയുള്ളവരെയും ബഗിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ മഞ്ഞുവണ്ടിയിൽ അവന്റെ സ്ഥാനം ഉറപ്പിച്ച് യാത്ര തുടങ്ങി. പക്ഷെ മഞ്ഞുവണ്ടി വലിച്ചോ കൂട്ടമായി ജോലി ചെയ്തോ ശീലമില്ലാത്ത ബഗിന് ആദ്യമൊക്കെ വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. അവൻ കാരണം ആ വണ്ടി അപകടത്തിൽപ്പെടേണ്ട അവസ്ഥ വരെ ഉണ്ടായി. തുടർന്ന് ബഗ് അവന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വളരെ വേഗത്തിൽ മഞ്ഞുവണ്ടി വലിക്കാനുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയെടുത്തു. പിന്നീട് കാര്യങ്ങൾ സുഗമമായിരുന്നു. മഞ്ഞുവണ്ടി വളരെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനം മനസ്സിലാക്കി കുതിച്ചുകൊണ്ടേയിരുന്നു. കൂടുകളിൽ മാത്രം ഉറങ്ങിയിരുന്ന ബഗ് ആദ്യമായിട്ട് ആ യാത്രയിൽ മഞ്ഞിൽ കിടന്നുറങ്ങുന്നു. അന്ന് രാത്രിയിൽ ബഗിനൊരു ദർശനമുണ്ടായി. അവന്റെ പൂർവികരായ ചെന്നായിയുടെ രൂപം അവനെ നയിക്കുവാനായി തുടങ്ങുകയായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. യാത്രയാണെങ്കിലോ തുടർന്നു കൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ക്രൂരനായ സംഘത്തലവൻ സ്പിറ്റ്സ് ദാനം ചെയ്ത മീൻ പിടിച്ചു വാങ്ങുകയും വളരെ കുറച്ചു മാത്രം ഉണ്ടായിരുന്ന വെള്ളം സ്പിറ്റ്സ് കുടിച്ച് ബാക്കിയുള്ളവരെ മാറ്റി നിർത്തിയപ്പോൾ അതിബുദ്ധിമാനായ ബഗ്സ് മഞ്ഞുകട്ടകൾ തകർത്ത് വെള്ളമുണ്ടാക്കി. അത് എന്നിട്ട് ബാക്കിയുള്ള നായ്ക്കൾക്കും കൊടുത്തു. അങ്ങനെ അവരുടെ പ്രീതി പിടിച്ചു പറ്റുകയാണ്. ഒരിക്കൽ പുറഭാഗത്ത് മഞ്ഞുകട്ടകൾ പിടിച്ചു കിടന്ന നദി മുറിച്ചു കിടക്കുകയായിരുന്നു ഫ്രാങ്കോസ്. അപ്പോൾ പെട്ടെന്ന് അവൾക്കൊരു അപകടം സംഭവിക്കുകയും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയ ഫ്രാങ്കോസിനെ ബഗ്സ് വളരെയധികം കഷ്ടപ്പെട്ട് അവിടുന്ന് രക്ഷപ്പെടുത്തിയതോടെ ഫ്രാങ്കോസിന്റെയും പെറാൾട്ടിന്റെയും ഏറെ പ്രിയപ്പെട്ട നായയായി ബഗ്സ് മാറുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്പിറ്റ്സിന് അത്ര അങ്ങോട്ട് സുഖിച്ചില്ല. അസൂയയ്ക്കും കുശുമ്പനും മരുന്നില്ലല്ലോ അല്ലേ. അന്ന് രാത്രി തന്നെ സ്പിറ്റ്സും ബഗ്സും കൂട്ടിമുട്ടുകയും ആ ആക്രമണത്തിൽ ബഗ്സ് തളർന്നു വീണു. ബഗ്സിന് മറ്റു നായ്ക്കളുടെ സപ്പോർട്ടും അവന്റെ പൂർവികനായ ചെന്നായുടെ ദർശനവും കൊണ്ട് ബഗ്സ് കൂടുതൽ ശക്തനായി എഴുന്നേറ്റ് വരികയാണ്. അങ്ങനെ സ്പിറ്റ്സിനെ വളരെ വേഗത്തിൽ കീഴ്പ്പെടുത്തുകയും ചെയ്തു. പരാജയക്കാരനായ സ്പിറ്റ്സ് എങ്ങോട്ടേക്കോ ഓടിപ്പോകുന്നു. പിറ്റേ ദിവസം യാത്ര തുടങ്ങാനായി നേതാവായ സ്പിറ്റ്സിനെ പെറാൾട്ട് അന്വേഷിച്ചെങ്കിലും അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് നേതൃസ്ഥാനത്തേക്ക് വേറെ നായ്ക്കളെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ആ നായ്ക്കളൊന്നും തന്നെ അതിന് തയ്യാറായിരുന്നില്ല. തുടർന്ന് മനസ്സോടെ പെറാൾട്ട് നേതൃസ്ഥാനത്തേക്ക് ബഗ്സിനെ നിർത്തുകയാണ്. പിന്നീട് അങ്ങോട്ട് പെറാൾട്ടിനെ പോലും അതിശയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് സംഭവിച്ചത്. ബഗ്സ് വളരെയധികം വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ഒരു മഞ്ഞുമല ഇടിഞ്ഞു വീണതിനെയും അതിജീവിച്ച് ബുദ്ധിപൂർവ്വം മുന്നോട്ട് ചലിച്ചു. അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു. അവിടെ കത്തുകൾ പ്രതീക്ഷിച്ച് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവര് വിശ്രമിക്കാനായിട്ട് പോയി. അന്ന് രാത്രിയിൽ അവിടുത്തെ താമസക്കാരനായിരുന്ന ജോൺ തന്റെ മരിച്ചുപോയ മകന്റെ ഓർമ്മയിൽ എടുത്തുകൊണ്ട് കത്തെഴുതി തന്റെ ഭാര്യയ്ക്ക് അയക്കാൻ വേണ്ടി അയാൾ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം വളരെ താമസിച്ച് എഴുന്നേറ്റു. ജോൺ താരം എഴുതിയ കത്തുമായിട്ട് ഓടി ബഗ്സ് സംഘവും പുറപ്പെടാനായിട്ട് നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ജോണിനെ കണ്ട ബഗ് സംഘത്തെ പെട്ടെന്ന് നിർത്തുകയും കത്ത് വാങ്ങിച്ച് പെറാൾട്ടിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ബഗിന്റെ ജോണിന്റെ രണ്ടാമത്തെ കണ്ടുമുട്ടലായിരുന്നു അത്. 80 ദിവസം കൊണ്ട് പോയി വന്ന പെറാൾട്ടിന് ഒരു ഔദ്യോഗിക ലെറ്റർ ലഭിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ടെലഗ്രാഫ് വന്നതുകൊണ്ട് ഇനി നായ്ക്കളെ ഉപയോഗിച്ച് കത്ത് വിതരണത്തിന്റെ ആവശ്യമില്ലെന്നും ആ നായ്ക്കളെല്ലാം വിറ്റ് ജോലിക്കായി മടങ്ങി എത്തണമെന്നായിരുന്നു
ആയിരുന്നു ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത്. പെറാൾട്ട് തന്നെ മഞ്ഞുവണ്ടി സംഘത്തെ എല്ലാം വിളിക്കുകയും ലെറ്റർ പ്രകാരം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. അങ്ങനെ ബഗ് വീണ്ടും യജമാനനില്ലാത്തതായി മാറി. ആ സംഘത്തെ നേതാവായതുകൊണ്ട് തന്നെ എല്ലാവരും നിയന്ത്രിക്കേണ്ട ബാധ്യതയും അവന്റെ തന്നെ ആയിരുന്നു. അങ്ങനെ അധികം നാൾ കാത്തിരിക്കേണ്ടി വരരുത് മറ്റൊരാൾ അവന്റെ യജമാനായിട്ട് എത്തി. സ്വർണ്ണ അന്വേഷണത്തിന് ലഹരി പിടിച്ച ഒരു ക്രൂരനായ ഹാൽ എന്ന വ്യക്തിയായിരുന്നു അത്. അയാൾ ബഗ്ഗിന് സംഘത്തെ വിലക്ക് വാങ്ങുകയും അവരുടെ വളരെയധികം ഭാരമുള്ള ലഗേജ് മറ്റു രണ്ടുപേരും ഇറങ്ങുന്ന മഞ്ഞുവണ്ടി വലിക്കാൻ ആജ്ഞാപിക്കാൻ തുടങ്ങി. പക്ഷെ കാലാവസ്ഥ മാറ്റം രൂപപ്പെട്ടതിനാൽ മഞ്ഞുരുകാൻ ആരംഭിക്കും. മഞ്ഞുവണ്ടി വലിക്കാൻ പറ്റുന്ന ഒരു ഭൂപ്രകൃതമല്ലായിരുന്നു അത്. ബഗ്ഗും മറ്റു നായ്ക്കളും ആഞ്ഞു വലിക്കാൻ ശ്രമിച്ച് മഞ്ഞുവണ്ടി ഒരു ഇഞ്ച് പോലും അനക്കാൻ കഴിഞ്ഞില്ല. ഇത് കണ്ട് കോപിതനായ ഹാൽ ഇറങ്ങി വന്ന് അവരെ മർദ്ദിക്കാൻ തുടങ്ങി. ജോൺ അവിടെ നിന്ന് അതിൽ ഏർപ്പെടുകയും ബഗ്ഗിനെ സംഘത്തെ സഹായിക്കുകയും ചെയ്തു. എന്നാൽ ഈ യാത്ര ഇങ്ങനെ തുടർന്നാൽ നിങ്ങൾ അപകടത്തിൽ ചെന്നെത്തുമെന്ന് സ്വർണം തിരയുന്നതിന്റെ ഈ മുത്തശ്ശി കഥകളിലൊന്നും തന്നെ സത്യമല്ലെന്നും ജോൺ കൂട്ടിച്ചേർത്തു. പക്ഷെ ഹാൽ ഒന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഹാൽ തന്നെ നായ സംഘത്തെയും കൊണ്ട് തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തുടങ്ങി. മഞ്ഞുവണ്ടി വലിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെയും ബഗ് സംഘം അവശതയിൽ എത്തിയിരിക്കുകയാണ്. പക്ഷെ തീർത്തും ദയയില്ലാത്ത ഹാല് അവരെ മർദ്ദിച്ചും ഭീഷണിപ്പെടുത്തിയും യാത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. വീട്ടിലെത്തി തന്റെ ജോലികളിൽ ഏർപ്പെട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ജോണ് ആ നായ് സംഘത്തെ ഓർമ്മ വരികയും അതിനോടൊക്കെ ദയ തോന്നുകയും അവരെ അവിടുന്ന് രക്ഷിക്കുവാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു. തളർന്നു കിടന്ന ബഗ്ഗിന് തന്നെ തോക്ക് ചൂണ്ടി മുമ്പോട്ട് ചലിക്കുവാൻ വേണ്ടി ആജ്ഞാപിക്കുകയായിരുന്നു. അവനെ കൊല്ലുവാനായി അയാൾ തുടങ്ങുകയായിരുന്നു. ഹാലിന്റെ കൂടെ വന്നവർ നായ്ക്കൾ കൂടുതൽ അവശരാണെന്ന് അവനോട് പറഞ്ഞെങ്കിലും അവൻ അതൊന്നും കേൾക്കാൻ തന്നെ തയ്യാറായിരുന്നില്ല. ബഗ്ഗിന് നേരെ വെടിയുയർത്തുന്നതിനായി ഹാല് പോയപ്പോൾ അവിടേക്ക് ജോൺ എത്തി ഹാലിനെ തടഞ്ഞുകൊണ്ട് ബഗ്ഗിനെ രക്ഷിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മുമ്പിലേക്കുള്ള നദി ഉരുങ്ങാൻ വേണ്ടി പോവുകയാണെന്നും അപകടമാണെന്ന വാക്കുകൾ അടക്കമുള്ളത് തള്ളി ഹാല് ജോണിനോട് ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ മറ്റു നായ്ക്കളുമായി മുന്നോട്ട് കടന്നു. ജോൺ ബഗ്ഗിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവനെ സംരക്ഷിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. 2 ദിവസത്തിന് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത ബഗ് ഉറക്കമുണർന്നു. മറ്റുള്ളവരുമായി ഹാല് പോയെന്നും നീയും ഞാനും മാത്രമാണ് ഇവിടെ ഉള്ളതെന്നും നിനക്ക് നിൽക്കാമെങ്കിൽ നിൽക്കാമെന്നും ജോൺ ബഗ്ഗിനോട് പറയുന്നു. തുടർന്ന് അന്ന് മദ്യം വാങ്ങാനായി ബാറിലേക്ക് പോയ ജോണിനെ ഹാല് കടന്നാക്രമിക്കുകയും തന്റെ മറ്റു നായ്ക്കളെല്ലാം അവിടുന്ന് ഓടിപ്പോയെന്നും എന്റെ സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടമായെന്നും ഞാൻ സ്വർണം കണ്ടെത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തടഞ്ഞെന്നും പറയുന്നു. അയാൾ ക്രൂരമായ വൃദ്ധനെ മർദ്ദിക്കാനായി തുടങ്ങി. ഈ സമയം അങ്ങോട്ടേക്ക് വന്നെത്തിയ ബഗ് ഹാലിന് നേരെ കുതിച്ചു കയറുകയാണ്. ബഗ് അയാളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന മറ്റു ജനങ്ങൾ ഇതിൽ ഇടപെടുകയും ഹാലിനെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രശ്നം അവിടെ തീർന്നു. പിന്നീട് അങ്ങോട്ട് ജോണിനും ബഗ്ഗിനും തന്റെ സന്തോഷകരമായ ജീവിതം നയിച്ച് മുമ്പോട്ട് പോവുകയായിരുന്നു. കുളിക്കുന്നതിനിടയിൽ ജോൺ ഒരു ദിവസം സ്വർണം കണ്ടെത്തി. അദ്ദേഹം നദിയിൽ നിന്നും സ്വർണം അരിച്ചെടുക്കുവാൻ ആരംഭിച്ചു. ബഗ്ഗും അദ്ദേഹത്തിന്റെ കൂടെ കൂടി. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കെ ബഗ് അവിടെയുള്ള ഒരു പെൺ ചെന്നായെ കണ്ടുമുട്ടി. ജോണിന്റെ പെർമിഷനോട് കൂടി അവളോട് പുറകെ പോയവൻ. അങ്ങനെ ബഗ് ഒരു ഭീമാകാരനായ കരടിക്ക് മുമ്പിൽ ചെന്ന് വിടുകയും അതിനെ കണ്ട് ഭയന്ന് പിന്നോട്ട് മാറി വേറെ വഴിയിലൂടെ ആ വെളുത്ത ചെന്നായുടെ പുറകിൽ പോയി. അന്ന് മുതൽ അവന്റെ മനസ്സിൽ വനത്തെക്കുറിച്ചും അവന്റെ പൂർവികരായിട്ടുള്ള ചെന്നായ്ക്കളെ കുറിച്ചുമായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം ആ വെള്ള ചെന്നായുടെ കൂട്ടത്തിൽ ഒരു ചെന്നായ വെള്ളത്തിൽ വീണു പോവുകയും ബഗ് അതിനെ ഏറെ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതോടുകൂടി അവരുടെ സംഘത്തിൽ ഒരാളായി ബഗ് മാറി. അന്ന് മുതൽ ബഗ് അവരുടെ കൂടെ കൂടി വേട്ടയാടുകയും അതിലൊരു പങ്ക് ജോണിനെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ബഗ് ആ പെൺചെന്നായായിട്ട് ഇഷ്ടത്തിലാകുകയും ഇണചേർന്നും അവന്റെ ജീവിതം മുമ്പോട്ട് പോയി. ബഗ് ആ ചെന്നായിക്കൂട്ടത്തിനൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട ജോൺ ബഗ് തന്റെ കൊലത്തിലെത്തിയതായി അവനവിടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് മനസ്സിലാക്കിയ ജോൺ അവിടെ നിന്നും നാട്ടിലേക്ക് മടങ്ങാൻ ആരംഭിക്കുകയാണ്. അന്ന് വൈകുന്നേരം ജോണിന്റെ അടുക്കളയിലേക്ക് മടങ്ങിയെത്തിയ ബഗ്ഗിനോട് താൻ മടങ്ങിപ്പോവാണെന്നും നീ എന്റെ കൂടെ വരേണ്ടതില്ലെന്നും ഇവിടെയാണ് നീ ജീവിക്കേണ്ടതെന്നും ഇവിടെ നിനക്ക് കണ്ടെത്തുവാനും മനസ്സിലാക്കാനും ഒരുപാടുണ്ടെന്നും അവനോട് പറയുന്നു. തുടർന്ന് അവന്റെ സംഘത്തിലേക്ക് മടക്കി അയക്കുന്നു. ജോൺ താമസിക്കുന്ന വീടിന്റെ മാപ്പ് കണ്ട് മനസ്സിലാക്കിയ ഹാല് അവിടേക്ക് വരികയും ജോണിനെ മർദ്ദിക്കുകയും ജോണിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. ഇതിന്റെ ഇടയിൽ ജോണിന്റെ കൈ തട്ടി അവിടെ ഉണ്ടായിരുന്ന വിളക്ക് ആ വീട്ടിലേക്ക് വീണ് ആ വീട് കത്തുകയും ഇത് കണ്ട ബഗ് അവിടേക്ക് എത്തുകയും അവനെ കൊണ്ട് പറ്റുന്ന പോലെ ഹാലിനെ മർദ്ദിക്കുകയും അവനെ കത്തിക്കൊണ്ടിരുന്ന വീടിന്റെ ഉള്ളിലേക്ക് തള്ളിയിടുകയും ചെയ്ത് ഹാലിനെ കൊലപ്പെടുത്തുന്നു. അവിടെ വെച്ച് ജോണും മരിക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ബഗ്ഗിന്റെ ജീവിതം ആ ചെന്നായ്ക്കളുടെ കൂട്ടത്തിലായിരുന്നു. ബഗ്ഗിനും ആ പെൺചെന്നായ്ക്കും കുട്ടികളുണ്ടാവുകയും ബഗ് അവരുടെ തലവനാവുകയും ചെയ്തു. സന്തോഷത്തോടെ അവർ മുമ്പോട്ട് പോകുന്നു. ഇവിടെ കഥ അവസാനിക്കുന്നു.